നമ്മൾ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങളിലൊന്നാണ് ഭക്ഷണം എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം എങ്ങനെയാണ് വയറിനുള്ളിൽ വെച്ച് ഒരു മെഷീനിൻ്റെ സഹായവുമില്ലാതെ ദഹിക്കുന്നതെന്നും അവ എങ്ങനെയാണ് പോഷകങ്ങളും എനർജിയും മറ്റുമായി മാറുന്നതെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനാൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അത് ദഹിക്കുന്നത് വരെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ഒരു വർഷം ഏകദേശം 675 കിലോഗ്രാമോളം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം 1.5 മുതൽ 2 കിലോഗ്രാം വരെ ഭക്ഷണത്തോളം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം വായിൽ വെക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരം ഭക്ഷണം ദഹിപ്പിക്കാനുള്ള പണികൾ തുടങ്ങുന്നുണ്ട്. നമ്മുടെ വായിൽ 3 പ്രധാന സലൈവറി ഗ്രന്ഥികൾ അഥവാ ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഇത് പരോട്ടിഡ് ഗ്രന്ഥികളാണ്. താടിയെല്ലിന് താഴെയായി സബ്മാൻഡിബുലാർ ഗ്രന്ഥികളും നാക്കിന് താഴെയായി സബ്ലിംഗൽ ഗ്രന്ഥികളും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ നൂറുകണക്കിന് മറ്റ് സലൈവറി ഗ്രന്ഥികളും നമുക്കുണ്ട്. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുകയോ അതിൻ്റെ മണം അറിയുകയോ അല്ലെങ്കിൽ അത് കാണുകയോ ചെയ്യുമ്പോൾ ഈ സലൈവറി ഗ്രന്ഥികൾ ഉമിനീർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഭക്ഷണം ചവയ്ക്കാനും വിഴുങ്ങാനും ഉമിനീർ സഹായിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ഉമിനീരുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, ഉമിനീരിൽ ആൻറ്റിബോഡികളുണ്ട്. ഇത് നമ്മുടെ വായിലെ അണുക്കളെ നശിപ്പിക്കാനും വായ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ഉമിനീരിൽ അമിലേസ് എന്ന ദഹന എൻസൈമുണ്ട്. ഇത് നമ്മുടെ വായിലെ ഭക്ഷണത്തിൽ അടങ്ങിയ കാർബോഹൈഡ്രേറ്റിനെ ദഹനത്തിനായി വിഘടിപ്പിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോൾ എപ്പിഗ്ലോട്ടിസ് ഭക്ഷണത്തെ വിൻപൈപ്പിലേക്ക് പോകാതെ തടയുകയും ഫുഡ് പൈപ്പിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇത് വിൻപൈപ്പാണ്. ഇത് നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിലേക്ക് ഭക്ഷണം പോയാൽ ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ഭക്ഷണം വിഴുങ്ങുമ്പോൾ എപ്പിഗ്ലോട്ടിസ് വിൻപൈപ്പിൻ്റെ വാൾവ് അടയ്ക്കുകയും ഭക്ഷണത്തെ ഫുഡ് പൈപ്പിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്യുകയാണ് ചെയ്യുക. ഫുഡ് പൈപ്പിനെ ഈസോഫാഗസ് എന്നും പറയാറുണ്ട്. നമ്മുടെ ഈ ഈസോഫാഗസ് ഒരു പ്രത്യേകതരം മൂവ്മെൻറ്റ് നടത്തും. അതിനെ പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നു. ഇതുവഴി നമ്മൾ തലകീഴായി തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഈ പെരിസ്റ്റാൾസിസ് ചലനത്തിൻ്റെ സഹായത്തോടെയാണ് ഭക്ഷണം സ്വാഭാവികമായി നമ്മുടെ ആമാശയത്തിലേക്ക് തള്ളപ്പെടുന്നത്. നിങ്ങൾ കാണുന്ന ഈ ഭാഗമാണ് നമ്മുടെ സ്റ്റൊമക്ക് അഥവാ ആമാശയം. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ സ്ഥാനം ഇവിടെയാണ്, നമ്മുടെ വാരിയലുകൾക്ക് തൊട്ടു താഴെ. നമ്മുടെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന ഒരു ആസിഡുണ്ട്. ഭക്ഷണം ദഹിപ്പിക്കാനും വിഘടിപ്പിക്കാനും സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം നോർമലായി 1-2 ദിവസത്തിനുള്ളിൽ 1.5 മുതൽ 2 ലിറ്റർ വരെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പല ചോദ്യങ്ങളും ഉണ്ടായേക്കാം. ഒന്നാമതായി, നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മുടെ വയറിന് ഇത് കാരണം ഒന്നും സംഭവിക്കുന്നില്ല? രണ്ടാമതായി, നമ്മൾ തലകീഴായി നിന്നാൽ ആമാശയത്തിലെ ആസിഡ് എന്തുകൊണ്ടാണ് നമ്മുടെ വായിലൂടെ പുറത്തു വരാത്തത്? നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഭിത്തികൾ മ്യൂക്കസ് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മ്യൂക്കസ് ആമാശയത്തിൻ്റെ ഭിത്തിക്ക് ഒരു സംരക്ഷിത ആവരണം നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയത്തെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ശരീരത്തിൽ ഫുഡ് പൈപ്പ് അവസാനിക്കുന്നിടത്തും സ്റ്റൊമക്ക് തുടങ്ങുന്നിടത്തും സ്ഫിങ്ക്ടർ മസിലുകളുണ്ട്. അവയെ ലോവർ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ അഥവാ LES എന്ന് വിളിക്കുന്നു. ഇതാണ് LES. ഭക്ഷണം LESൽ നിന്ന് ആമാശയത്തിലേക്ക് വീഴുമ്പോൾ ഇങ്ങനെയാണ് കാണപ്പെടുക. അതായത് തലകീഴായി കിടക്കുമ്പോൾ ഈ LES നമ്മുടെ ആമാശയത്തിലെ ആസിഡിനെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ടാണ് ആമാശയത്തിലെ ആസിഡ് ഫുഡ് പൈപ്പിലൂടെ വായിലേക്ക് വരാത്തത്. അങ്ങനെ ഭക്ഷണം ആമാശയത്തിലെ ആസിഡിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ വിഘടനം ആരംഭിക്കുന്നു. ഈ ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമായതും നമുക്ക് എനർജി നൽകുന്നതുമായ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടാകുമല്ലോ. എന്നാൽ അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ബാക്ടീരിയകളും അടങ്ങിയിട്ടുണ്ടാകും. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ആ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. കൂടാതെ നമ്മുടെ ആമാശയത്തിൻ്റെ ഭിത്തികളിലുള്ള ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ പെപ്സിനോജൻ എന്നൊരു പദാർത്ഥം പുറത്തുവിടും. നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പെപ്സിനോജനെ പെപ്സിൻ എന്ന എൻസൈമാക്കി മാറ്റുന്നു. അങ്ങനെ ഭക്ഷണത്തിൽ അടങ്ങിയ പ്രോട്ടീനിനെ വിഘടിപ്പിക്കാനും ദഹിപ്പിക്കാനും സഹായിക്കുന്ന എൻസൈം ഈ പെപ്സിനാണ്. കൂടാതെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മാത്രമാണ് ദഹനത്തെ സഹായിക്കുന്നത് എന്ന് കരുതരുത്. ഭക്ഷണം നന്നായി ദഹിപ്പിക്കാൻ ആമാശയം ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് നടത്താറുണ്ട്. പക്ഷേ നമ്മൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ആമാശയത്തിന് ഈ മൂവ്മെൻറ്റ് പ്രോപ്പറായി ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം.
അതിനാൽ തന്നെ ദഹന സമയവും കൂടും. അതുകൊണ്ടാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഏതായാലും ആമാശയത്തിൽ നിന്ന് ഭക്ഷണം മുകളിലേക്ക് പോകാതിരിക്കാൻ സ്ഫിങ്ക്ടർ മസിലുകൾ ഉള്ളതുപോലെ ആമാശയത്തിലെ ഭക്ഷണങ്ങൾ താഴേക്ക് പോകാതിരിക്കാനും ഇവിടെ സ്ഫിങ്ക്ടർ മസിലുകളുണ്ട്. ഈ സ്ഫിങ്ക്ടർ മസിലുകളെ പൈലോറിക് സ്ഫിങ്ക്ടർ എന്നും വിളിക്കുന്നു. ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് എന്ത് പോകണം എന്ത് പോകരുത് എന്ന് തീരുമാനിക്കുന്നത് ഈ പൈലോറിക് സ്ഫിങ്ക്ടറുകളാണ്. അങ്ങനെ ആമാശയത്തിലെ ഭക്ഷണത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദഹന എൻസൈമുകൾ, ആമാശയത്തിലെ ചലനം എന്നിവ കൊണ്ട് ദഹിപ്പിച്ചെടുക്കുന്നു. ഈ ദഹിച്ച ഭക്ഷണത്തെ ചൈം എന്നാണ് പറയുക. ഈ പൈലോറിക് സ്ഫിങ്ക്ടർ ചൈമിനെ മാത്രമേ ചെറുകുടലിലേക്ക് കടത്തിവിടുകയുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ ആമാശയത്തിൽ തന്നെ തടഞ്ഞു നിർത്തും. അങ്ങനെ നമ്മൾ കഴിച്ച ഭക്ഷണം ആമാശയത്തിലൂടെ ഇപ്പോൾ ചെറുകുടലിൽ എത്തിയിരിക്കുന്നു. പോഷകങ്ങളുടെ അബ്സോർപ്ഷൻ പ്രധാനമായും നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ഒരു സാധാരണ പ്രായപൂർത്തിയായ വ്യക്തിക്ക് ഏകദേശം 20 മുതൽ 22 അടി വരെ നീളമുള്ള ചെറുകുടലുണ്ടാകും. ഇതിനർത്ഥം നമ്മുടെ ഉയരത്തേക്കാൾ 3 ഇരട്ടിയോളം നീളമുള്ളതാണിത്. അതേസമയം നമ്മുടെ ചെറുകുടലിൻ്റെ വീതി നമ്മുടെ നടുവിരലിന് തുല്യമാണ്. ചെറുകുടലിനെ പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആമാശയവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതും സി ആകൃതിയിലുള്ളതുമായ ഈ ഭാഗത്തെ ഡുവോഡിനം എന്ന് വിളിക്കുന്നു. ചെറുകുടലിൻ്റെ ഈ നടുഭാഗത്തെ ജജുനം എന്നും വൻകുടലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ചെറുകുടലിൻ്റെ അവസാനത്തെ ഭാഗത്തെ ഇലിയം എന്ന് വിളിക്കുന്നു. ഡുവോഡിനം പ്രധാനമായും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, അയൺ തുടങ്ങിയ പോഷകങ്ങൾ അബ്സോർബ് ചെയ്യുന്നു. നമ്മുടെ ചെറുകുടലിൻ്റെ അവസാന ഭാഗമായ ഈ ഇലിയം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് സിങ്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സ്പേം പ്രൊഡക്ഷനും പ്രതിരോധശേഷിക്കും സഹായിക്കുന്നു. കൂടാതെ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യവും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലുകളുടെയും മുടിയുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ ചെറുകുടലിൻ്റെ ഉൾഭിത്തികളിൽ വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷനുകളുണ്ട്. അവയെ വില്ലി എന്ന് വിളിക്കുന്നു. ഇവ നമ്മുടെ ചെറുകുടലിൽ കോടിക്കണക്കിന് എണ്ണമുണ്ട്. അവ വളരെ ചെറുതാണ്, സാധാരണയായി 1 മില്ലിമീറ്റർ നീളം മാത്രം. ഈ ഓരോ വില്ലിക്കും ഇതുപോലെ മഞ്ഞ നിറത്തിലുള്ള ബ്ലഡ് കാപ്പിലറികളുണ്ട്. പോഷകങ്ങൾ ഈ വില്ലസിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ബ്ലഡ് കാപ്പിലറികളിലേക്ക് പ്രവേശിച്ച് ശരീരത്തിൽ മുഴുവൻ എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറുകുടലിൻ്റെ സഹായത്തോടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ അബ്സോർബ് ചെയ്യുന്നു. ഭക്ഷണം ചെറുകുടലിൻ്റെ അവസാനം എത്തുമ്പോൾ അവ വൻകുടലിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ കഴിച്ച ഭക്ഷണം ഏറ്റവും കൂടുതൽ സമയം വൻകുടലിലാണ് നിൽക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ 2-4 മണിക്കൂർ വരെയുണ്ടാകും. അത് ചെറുകുടലിൽ 4 മുതൽ 6 മണിക്കൂർ വരെയും വൻകുടലിൽ 30 മുതൽ 40 മണിക്കൂർ വരെയും ഉണ്ടാകും. യഥാർത്ഥത്തിൽ വൻകുടൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭക്ഷണത്തിലെ വെള്ളം വലിച്ചെടുക്കലാണ്. കൂടാതെ വേസ്റ്റിൽ മ്യൂക്കസ് ചേർക്കുകയും ചെയ്യുന്നു. വൻകുടലിനെ മെഡിക്കൽ ടേംസിൽ കോളൻ എന്നും പറയാറുണ്ട്. വൻകുടലിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്: അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ. വൻകുടലിലും ഈ രീതിയിൽ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇത് വേസ്റ്റിനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നു. കൂടാതെ ദഹന വ്യവസ്ഥയുടെ ഭാഗമല്ലാത്ത 2 ദഹന അവയവങ്ങൾ കൂടെ നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ അവ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിനർത്ഥം ഭക്ഷണം അവയിലൂടെ കടന്നു പോകുന്നില്ല, എന്നാൽ അവ ദഹനത്തെ സഹായിക്കുന്ന ചില കെമിക്കലുകളും എൻസൈമുകളും പുറത്തുവിടും. ഈ 2 പ്രധാനപ്പെട്ട അവയവങ്ങൾ ലിവറും പാൻക്രിയാസുമാണ്. ഇതാണ് ലിവർ. ലിവർ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ ജോലി ബൈൽ എന്ന ദഹന പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ബൈൽ നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പുകളെ വിഘടിപ്പിക്കാനും ദഹിപ്പിക്കാനും ഈ ബൈൽ സഹായിക്കുന്നു. ലിവറിന് തൊട്ടു താഴെ നിങ്ങൾ കാണുന്ന ഈ ഭാഗത്തെ ഗോൾ ബ്ലേഡർ എന്ന് വിളിക്കുന്നു. ലിവർ ഉണ്ടാക്കുന്ന ദഹന പദാർത്ഥം, അതായത് ബൈൽ, സംഭരിക്കുന്നത് ഈ ഗോൾ ബ്ലേഡറിലാണ്. നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ബൈൽ ഈ ബയൽ ഡക്റ്റിലൂടെ ഡുവോഡിനത്തിലേക്ക് പോകുന്നു. അത് ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമാണ്. ഈ ബയൽ ഡക്റ്റുമായി ഇവിടെ ബന്ധിപ്പിച്ചിട്ടുള്ളത് പാൻക്രിയാസ് ആണ്. ഈ പാൻക്രിയാസിൻ്റെ പ്രധാന ധർമ്മം ദഹന എൻസൈമുകൾ ഉണ്ടാക്കി ഡുവോഡിനത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഗോൾ ബ്ലേഡറിൽ നിന്ന് വരുന്ന ബൈലും പാൻക്രിയാസിൽ നിന്ന് വരുന്ന ദഹന എൻസൈമുകളും ഭക്ഷണം നന്നായി ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.